എന്തിനാണ് ഈ സ്പിരിച്വൽ അവേക്കനിങ് ജേർണി? എന്താ മാറ്റമാണ് സ്പിരിച്വൽ അവേക്കനിങ് ജേർണി കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് നടക്കുമ്പോൾ ഉണ്ടാവുന്നത്? ചെറിയൊരു എന്നാൽ ദ മേജർ thing what happens in the spiritual awakening journey is realization of oneness with the source, with God, with universe. Unity consciousness എന്ന് പറയാം, oneness എന്ന് പറയാം, ബീയിങ് സ്റ്റേറ്റ് എന്ന് പറയാം. ഈ സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതൊരു മേജർ ടേണിംഗ് പോയിന്റ് ആണ് ഈ സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിൽ. പക്ഷെ ഈ സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വി ഹാവ് ടു ഗോ ത്രൂ എ ലോട്ട് ഓഫ് ചലഞ്ചസ്. ആ ചലഞ്ചസ് എന്ന് പറയുന്നത് മൈൻഡ് ഗോ ത്രൂ ചെയ്യുന്ന ചലഞ്ചസ് ആണ്. അതുവരെ നമ്മൾ മൈൻഡ് ക്രിയേറ്റഡ് ഐഡൻറ്റിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഞാൻ, നീ, ഗുഡ്, ബാഡ്, റൈറ്റ്, റോങ്, അത് നല്ലത്, ഇത് നല്ലതല്ല, ഇത് ശരി, അത് തെറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ജഡ്ജ്മെൻറ്റ്സ്, കൺട്രോളിങ്, need for validation, fear of everybody, fear of even friends, fear of society, fear of what other people will tell or think about me, fear of uncertainty, നാളെ എന്ത്, അതിനോടുള്ള പേടി, ഇതെല്ലാം ഉള്ളത് മൈൻഡിനാണ്. ഒരു വ്യക്തി സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം ഫേസ് ചെയ്യേണ്ടത് ഈ പറയുന്ന ഫിയറിനെയും ഈ പറയുന്ന ജഡ്ജ്മെൻറ്റ്സിനെയും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസിനെയും, നമ്മളെ പിടിച്ച് താഴോട്ട് വലിക്കുന്ന എല്ലാ ഇമോഷൻസിനെയും നമുക്ക് ഫേസ് ചെയ്യണം. അതിൽ മേജർ എനിക്ക് തോന്നുന്നു ഫിയർ ആണെന്ന് തോന്നുന്നു. ഫിയർ ഓഫ് അൺസർട്ടേണിറ്റി, ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്, നീഡ് ഫോർ വാലിഡേഷൻ. ഞാൻ നല്ലതാണെന്ന് അവർ പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. മൊത്തത്തിൽ എന്താ പറയുക, ഔട്ട്കത്തിനെ കൺട്രോൾ ചെയ്ത് വെക്കുക. ഞാൻ ഇങ്ങനെ നിന്നാൽ, അതായത് നമ്മുടെ ലൈഫിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുന്നത് പോലെ ആ ഒരു നീഡ്, ഇതൊക്കെ ഇല്യൂഷൻസ് ആണെന്ന് മനസ്സിലാവുന്ന ഒരു സമയം വരും. All these things are mind created stuff. These are not real. മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഇല്യൂഷൻസ് ആണ് ഇതൊക്കെ. And what is real then? Reality is oneness. Reality is consciousness. Reality is God. Reality is the knowing that we are not separate from the source. We are never separate from the God, from the source. ഈ ഒരു സ്റ്റേറ്റ്, വൺനെസ്സിൻ്റെ സ്റ്റേറ്റ്, ബീയിങ്ങിൻ്റെ സ്റ്റേറ്റ്, അതാണ് ട്രൂത്ത്. ആ ട്രൂത്തിന് മുമ്പിൽ നിൽക്കുന്ന ഇല്യൂഷൻസ്, മായ, മൈൻഡ്, ഐഡൻറ്റിറ്റി, മൈൻഡ് ക്രിയേറ്റ് ചെയ്ത ഐഡൻറ്റിറ്റി, പ്രതിഭ കൃഷ്ണമൂർത്തി എന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഐഡൻറ്റിറ്റി, ഇതിനെ ഉടച്ചാലേ ആ വൺനെസ്സിനെ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ, ആ ബീയിങ് സ്റ്റേറ്റിൽ വരാൻ പറ്റുള്ളൂ, കോൺഷ്യസ്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനെ ഉടയ്ക്കുന്ന പരിപാടിയാണ് ഇനിഷ്യൽ ഇയേഴ്സ് ഓഫ് സ്പിരിച്വൽ അവേക്കനിങ്. ആൻഡ്
അത് തരുന്ന എക്സ്പീരിയൻസസ്, അത് തരുന്ന പെയിൻ, എനിക്ക് മാത്രമല്ല ഈ അവേക്കനിങ് ജേർണിയിൽ പോകുന്ന ഓരോ മനുഷ്യരും ആ ഐഡന്റിറ്റിനെ ഉടയ്ക്കുമ്പോൾ അവർ നേരിടുന്ന എക്സ്പീരിയൻസസ് ആൻഡ് എക്സ്പീരിയൻസസും ക്രിയേറ്റ് ആവും. ഓൾറെഡി നമ്മുടെ 3D റിയാലിറ്റിയിൽ യൂണിവേഴ്സ് ഹാസ് ഡിസൈഡഡ് ദിസ് പേഴ്സൺ ഈസ് ഗോയിങ്, ദിസ് പേഴ്സൺ ഹാസ് ടു ഗോ ത്രൂ എ സ്പിരിച്വൽ അവേക്കനിങ് അല്ലേ. അപ്പം നമ്മുടെ 3D റിയാലിറ്റിയിലും അതിൻ്റെ ചേഞ്ചസ് വന്നു തുടങ്ങും, വിച്ച് ഈസ് ഗുഡ്. ആ സമയത്ത് നമുക്ക് തോന്നും ഇതെന്താ നടക്കുന്നത്, എൻ്റെ എൻറ്റയർ ലൈഫ് കൊലാപ്സ് ആവുകയാണല്ലോ, ഞാൻ ഇതുവരെ പടുത്തുയർത്തിയതെല്ലാം കൊലാപ്സ് ആവുകയാണല്ലോ, എൻ്റെ ഫാമിലി, എൻ്റെ കരിയർ, എൻ്റെ ലൈഫ്, എൻ്റെ ആളുകൾ, എൻ്റെ ഫ്രണ്ട്ഷിപ്സ് എല്ലാം കൊലാപ്സ് ആവണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും, വിഷമിക്കും, ഇമ്മൻസ് പെയിനിലൂടെ ഗോ ത്രൂ ചെയ്യും. ആർക്കും മനസ്സിലാവില്ല ഇതെന്താണെന്ന്, ആരോടും ഷെയർ ചെയ്യാനും പറ്റില്ല, ആർക്കും ഷെയർ ചെയ്ത് അവർക്ക് മനസ്സിലാവില്ല. അപ്പം നമുക്ക് പറ്റില്ല ഒരു പോയിന്റിന് ശേഷം ഷെയർ ചെയ്യാൻ, അവർ കേൾക്കുന്നില്ല നമുക്ക്, അല്ലെങ്കിൽ അത് അവരുടെ കുറ്റമല്ല കേട്ടോ, ആർക്കും അത് മനസ്സിലാവില്ല. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഒരു ഐസൊലേഷൻ പീരീഡാണ്. ആ ഒരു ഐസൊലേഷൻ പീരീഡ് തന്നെയാണ് ആ ഒരു ഇനിഷ്യൽ കുറച്ച് വർഷങ്ങൾ. ആ വർഷങ്ങളിലൂടെ കടന്നു പോയി ഈ പെയിൻ അത്രയും എടുക്കും. ഈ പെയിനിലൂടെ ഒക്കെ കടന്നു പോയതിന് ശേഷം മൈൻഡ് ഇത് കടന്നു പോകുന്നതൊക്കെ മൈൻഡ് അത് റിലീസ് ചെയ്യാൻ തയ്യാറല്ല. മൈൻഡ് കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്, ഒന്നും വിട്ട് കളയാൻ തയ്യാറല്ല. അപ്പോൾ ആ കൺട്രോളിങ് എത്രത്തോളം നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം ടഫായിക്കൊണ്ടിരിക്കും ജേർണി. ഒരു മൊമെന്റിൽ നമ്മൾ പിടി ലൂസ് ചെയ്യും, നമുക്ക് ഇനി ഒട്ടും പെയിൻ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പോയിന്റ് വരും. അങ്ങനെ ഒരു സമയം വരും ഈ ജേർണിയിൽ. കൺട്രോൾ ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ അറിയാതെ നമ്മുടെ ആ ഒരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാം നമ്മുടെ കൺട്രോളിലിരിക്കണം, അല്ലെങ്കിൽ പേടിയാണല്ലോ, കൺട്രോൾ വിട്ടുപോയാൽ എൻ്റെ ലൈഫ് എൻ്റെ കൈവിട്ട് പോവാണോ എന്നുള്ള ഒരു പേടി. പക്ഷെ ഒരു പോയിന്റിൽ നമ്മുടെ മൈൻഡിന് ഇനി എടുക്കാൻ പറ്റില്ല എന്നുള്ള അങ്ങനത്തെ എക്സ്പീരിയൻസസ് ക്രിയേറ്റ് ആവും 3D റിയാലിറ്റിയിൽ. അപ്പം നമ്മളൊരു പോയിന്റിൽ ഇനി എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പോയിന്റിൽ വരുമ്പോൾ നമ്മൾ ആ കൺട്രോൾ അങ്ങ് റിലീസ് ചെയ്യും. സറണ്ടറിന്റെ പല സ്റ്റേജസ് ഉണ്ട് ഈ ജേർണിയിൽ. ഇതൊരു മേജർ സ്റ്റേജ് ആണ്. ആദ്യം നമ്മൾ വിചാരിക്കും സറണ്ടർ ചെയ്തു, പിന്നെയും നമ്മൾ സെയിം പ്ലേസിൽ വരും, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ കുറച്ചും കൂടി യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയും സറണ്ടർ ചെയ്യാനുണ്ട്. ഒരു പോയിന്റിൽ എത്തുമ്പോൾ എല്ലാ പിടിവള്ളിയും വിട്ടിട്ട് ഐ സറണ്ടർ നമ്മൾ വിചാരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലാണ് ദ യൂണിവേഴ്സ് വിൽ റിവീൽ ഇറ്റ്സെൽഫ് ടു യു. Oneness, consciousness, unity consciousness. We will realize that we were always connected, or we were never separate with the source. Separation ഉണ്ടായിരുന്നത് മൈൻഡിനായിരുന്നു, ഇല്യൂഷൻസിനായിരുന്നു, ഫിയേഴ്സിനായിരുന്നു. നമ്മൾ ഒരിക്കലും സെപ്പറേറ്റ് അല്ലായിരുന്നു. ദ ട്രൂ ബീയിങ് ഈസ് നെവർ സെപ്പറേറ്റ് ഫ്രം ദ സോഴ്സ്. ആ റിയലൈസേഷൻ, വൺനെസ്, ഇന്നർ യൂണിയൻ, കോൺഷ്യസ്നെസ് ഓർ ബീയിങ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്, അപ്പോൾ തൊട്ടാണ് നമ്മുടെ ജേർണി കുറച്ച് ഈസി ആയി തുടങ്ങുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും പരീക്ഷണങ്ങളിലൂടെ എന്തിനാണ് പോയതെന്ന്, എന്തിനാ ദൈവം നമ്മൾ ഇത്രയും വലിയ പരീക്ഷണത്തിലൂടെ കടത്തി വിട്ടതെന്ന്.
ഈസി ആയിട്ട് ഇങ്ങനെ എടുത്ത് തന്നു കഴിഞ്ഞാൽ ഇല്ല, അത് പറ്റില്ല. ഈസി ആയിട്ട് തരാൻ പറ്റുന്ന ഒന്നല്ല. അതിന് നമ്മളെ പാകപ്പെടുത്തണം. നമ്മുടെ ബോഡീനെ, നമ്മുടെ മൈൻഡിനെ പാകപ്പെടുത്തണം യൂണിവേഴ്സിൽ. ആ പാകപ്പെട്ട് വരുമ്പോഴേ നമുക്കത് റിവീൽ ചെയ്യപ്പെടുള്ളൂ. ആൻഡ് ആ പാകപ്പെടുത്തൽ മൈൻഡിന് ഭയങ്കര കിടപ്പമായിരിക്കും. പക്ഷെ ആ ഒരു റിയലൈസേഷൻ, ആ ഒരു വൺനെസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദിസ് ഹ്യൂമൻ ബോഡി ഈസ് ജസ്റ്റ് എ വെസൽ. എന്താ പറയാ, ആ ലൈറ്റ്, ആ പവർ, അത് ഫ്ലോ ചെയ്യുന്ന ജസ്റ്റ് ഒരു വെസൽ മാത്രമാവും ഇത്. There is no more Pratibha Krishnamurti there in this body. അതൊക്കെ മൈൻഡായിരുന്നു. Now it has become a vessel. ആ റിയലൈസേഷൻ, ആ മൈൻഡിനെ, അതിനെയാ പറയുന്നത് മൈൻഡിനെ ട്രാൻസെൻഡ് ചെയ്യുന്നത്. മൈൻഡിനെ, ഇമോഷൻസിനെ ട്രാൻസെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു കോൺഷ്യസ്നെസ് സ്റ്റേറ്റിലോട്ട് വരുന്നതെന്ന് പറയുന്നത്. റൂമിയുടെ ഒരു കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് പണ്ടേ എനിക്ക് അറിയുന്ന ഒരു കോട്ടാണ്, പക്ഷെ എനിക്കത് മനസ്സിലായില്ല. പക്ഷെ ആദ്യം ഈ റിയലൈസേഷന് വന്നതിന് ശേഷമാണ് എനിക്കത് എന്താ റൂമി പറഞ്ഞതെന്ന് മനസ്സിലായത്. അതായത് ബിയോണ്ട് ദ illusions of right doing and wrong doing, there is a field and I will meet you there. അങ്ങനെ ഒരു കഥയാണ്. ഹിന്ദിയിലും അതിൻ്റെ ഒരു മൂവിയിലും അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഗലത് ഓർ സഹി കെ പാർ എക് മൈദാൻ ഹൈ, मैं वहां मिलूंगा तुझे. ശരികളുടെയും തെറ്റുകളുടെയും അപ്പുറത്ത് ഒരു ഫീൽഡ് ഉണ്ട്, ഞാൻ അവിടെ കാണാൻ നിന്നെ. ഇത് കേട്ടിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു, ഇത് ഏത് ഫീൽഡിനെ പറ്റിയാണ് പറയുന്നത്. ശരികളുടെയും തെറ്റുകളുടെയും അപ്പുറത്ത് ഒരു മൈതാൻ, ഒരു ഫീൽഡ് ഉണ്ട്. ആൻഡ് ഐ വിൽ മീറ്റ് യു ദെയർ. ശരികൾക്കും തെറ്റുകളും ആർക്കാ ഉള്ളത്? മൈൻഡിന്. വെൻ വി ട്രാൻസെൻഡ് ദ മൈൻഡ് ആൻഡ് ഈഗോ, അവിടെ റൈറ്റ് ആൻഡ് റോങ് ഇല്ല. അവിടെ ജസ്റ്റ് വൺനെസ്, പ്രസൻസ്, വൺനെസ്, ബീയിങ്. അതിനെയാണ് ആ ഫീൽഡ്. ദർ ഇസ് എ ഫീൽഡ് ആൻഡ് ഐ വിൽ മീറ്റ് യു ദെയർ. ആ ഫീൽഡിൽ നമ്മൾ ആ ഫീൽഡ് അല്ലെങ്കിൽ ആ റിയലൈസേഷനിലോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഐ വിൽ മീറ്റ് യു ദെയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മാത്രമല്ല, എല്ലാ വ്യക്തികളും, എല്ലാ ജീവജാലങ്ങളും, ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളിലുള്ളത് സെയിം കോൺഷ്യസ്നെസ് ആണ്. ആ സെയിം കോൺഷ്യസ്നെസ് ആണ് നമ്മൾ ആ ഒരു യൂണിറ്റി കോൺഷ്യസ്നെസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതേ എൻ്റെ ഉള്ളിലുള്ള അതേ കോൺഷ്യസ്നെസ് ആണ് എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ മുമ്പിലുള്ളത്. അല്ലെങ്കിൽ ഒരു ബേർഡ്, അല്ലെങ്കിൽ ഒരു വൃക്ഷം, എന്തോ ആവട്ടെ, അതിലൊക്കെ പോകുന്നത് സെയിം കോൺഷ്യസ്നെസ്. അതാണ് നമ്മൾ വൺനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സെപ്പറേഷൻ ഇല്ല. സെപ്പറേഷൻ ഉള്ളത് മൈൻഡിനാണ്. എൻ്റെ ഉള്ളിൽ ഏത് ശക്തി, ഏത് കോൺഷ്യസ്നെസ് ആണോ ഫ്ലോ ചെയ്യുന്നത്, ഏത് പവർ ആണോ ഫ്ലോ ചെയ്യുന്നത്, ഏത് ലൈറ്റ് ആണോ ഫ്ലോ ചെയ്യുന്നത്, അതേ ലൈറ്റ് തന്നെയാണ് എല്ലാ മനുഷ്യരിലും, എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത്. ആൻഡ് ദർ ഇസ് നോ സെപ്പറേഷൻ ദെയർ. അതുകൊണ്ടാണ് ഐ വിൽ മീറ്റ് യു ദെയർ എന്ന് പറയുന്നത്. ആ ഫീൽഡ്, അത് സെപ്പറേഷൻ ഉള്ളത് മൈൻഡിനാണ്. എൻ്റെ മൈൻഡ്, മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ മൈൻഡ്, അവരുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തത്, എൻ്റെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തത്. ഇതിനെ നമ്മൾ ട്രാൻസെൻഡ് ചെയ്യുമ്പോൾ
നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മുടെ ഉള്ളിലുള്ള ലൈറ്റ് എല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാവും. ഞാൻ ഈ ഷെയർ ചെയ്തത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ സ്പിരിച്വൽ ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് സത്യങ്ങളാണ്, ദ ട്രൂത്ത്, കോൺഷ്യസ്നെസ് ഞാൻ ഷെയർ ചെയ്തത്. ഈ കാര്യങ്ങളെ എളുപ്പം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഗ്രാസ്പ് ചെയ്യുന്നത് അഗെയിൻ മൈൻഡാണ്. മൈൻഡിനല്ല ഇത്. വിൽ ഹാവ് ടു ട്രാൻസെൻഡ് ദ മൈൻഡ് ടു റിയലൈസ് ഇറ്റ്. ഇത് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ, ഇത് റിയലൈസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇത് തിങ്ക് ചെയ്ത് ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ല. കാരണം തിങ്ക് ചെയ്യുന്നത് മൈൻഡാണ്, തോട്ട്സ് ആണ്. ഇത് നമ്മൾ തോട്ട്സിനെയൊക്കെ സൈലൻ്റ് ആക്കുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇത് എത്തിച്ചേരേണ്ട ആൾക്കാർക്ക് എത്തിച്ചേരട്ടെ. Thank you so much. And sending lots and lots and lots of love to everyone on this journey.